പാപിയായ മനുഷ്യൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗാധതയാണ് മുടിനായ പുത്രൻ്റെ ഉപമയിലൂടെ കർത്താവ് വരച്ചു കാട്ടുന്നത്. ബൈബിളിലൂടെ കാട്ടപ്പെടുന്ന ഈ സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ നല്ല ചിന്തകൾ നമ്മയും മാനസാന്തരത്തിൽ നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. തൻ്റെ ഇളയ മകൻ തൻ്റെ വസ്തുവിൽ അവന് ലഭിക്കേണ്ട പങ്ക് ആവശ്യപ്പെടുമ്പോൾ യാതൊരു വിസമ്മതവും പറയാതെ അവന് അത് നൽകുന്നതോടെ ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമായ പ്രദർശനം ആരംഭിക്കുന്നു. തന്നെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുവാൻ കൂട്ടാക്കാതെ താൻ നൽകിയ സ്വത്തെല്ലാം സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്ര തിരിച്ച ആ മകനെക്കുറിച്ച് ആ പിതാവ് യാതൊരു പരാതിയും പറഞ്ഞില്ല. എന്നാൽ മകൻ ദുർനടപ്പുകാരനായി തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച ധനമെല്ലാം ദൂർത്തടിച്ചു കളഞ്ഞു. ആ ദേശത്ത് കഠിനമായ ക്ഷാമുണ്ടായപ്പോൾ മറ്റു മാർഗമൊന്നുമില്ലാതെ അവൻ പന്നിയെ മേയ്ക്കുന്ന ജോലി ഏറ്റെടുത്തുവെങ്കിലും പന്നികൾ കൊടുക്കുന്ന തീറ്റ പോലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധം വന്നു. തൻ്റെ പിതാവിൻ്റെ ജോലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, തനിക്കാകട്ടെ പന്നിയുടെ തീറ്റ പോലും ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവൻ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുവനെപ്പോലെ എന്നെ ആക്കണമേ എന്ന് പറയും. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ ഇത് കാണുന്നു. പട്ടിണികിടന്ന അവശനായ തൻ്റെ ദൂരദേശത്തായിരുന്നതിൽ തൻ്റെ പിതാവിൻ്റെ അടുത്ത് തിരികെ എത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. കഠിനമായ ക്ഷാമത്താൽ വലയുന്ന ആ ദേശത്ത് ദരിദ്രനായ അവന് യാത്ര ചെയ്യുവാൻ മൃഗങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. തൻ്റെ മുന്നിലുള്ള ഭയാനകമായ ഭവിഷ്യത്തുകൾ ഭയപ്പെടാതെ അവൻ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു. തളർന്നവശനായി പ്രാകൃതനായി വരുന്ന തൻ്റെ മകനെ ദൂരത്തു നിന്ന് അവൻ്റെ പിതാവ് കണ്ടു. താൻ മകൻ പോയ നിമിഷം മുതൽ അവനെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടെ സ്നേഹധനനായ ആ പിതാവ് ദൂരത്തേക്ക് കണ്ണു നട്ടിരിക്കുകയായിരുന്നു. അവൻ മനസ്സറിഞ്ഞ് ഓടിച്ചെന്ന് തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ പിതാവ് അപ്പോഴും അവനെ പഴിക്കുകയോ അവനോട് കോപിക്കുകയോ ചെയ്യാതെ മടങ്ങി വന്ന തൻ്റെ മകന് മേൽത്തരമായ അങ്കിയും അവൻ്റെ വിരലിന് മോതിരവും കാലിന് ചെരുപ്പും നൽകുവാൻ തൻ്റെ ദാസന്മാർ കൽപ്പിച്ചു. മാത്രമല്ല, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ലൂക്കോസ് 15:24 നാം വായിക്കുന്നു. വളരെയധികം സന്തോഷത്തോടെ, ആനന്ദത്തോടെ സ്നേഹവാനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച ശേഷം തന്നെ മറന്ന് പാവത്തിൻ്റെ പേരിൽ ഓടുന്ന തൻ്റെ മക്കളുടെ തിരിച്ചുവരവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്ന കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ അവർണ്ണീയമായ സ്നേഹം നമുക്കായി ജീവനർപ്പിച്ച യേശുവിലൂടെ നാം തിരിച്ചറിയണം. ഈ മുടിയനായ പുത്രൻ്റെ കഥ നമ്മളിൽ ഒരുവൻ്റെയും മാനസാന്തരത്തിന് വഴിതെളിക്കും. നാം മാനസാന്തരപ്പെട്ട് നല്ല വ്യക്തിത്വങ്ങളായി മാറിയേ മതിയാവും. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരായി, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി, മനുഷ്യത്വമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മക്കളായി നമുക്ക് മാറാം. ആ ക്രിസ്തുവിനോടൊപ്പം ആ സ്നേഹത്തിൽ നമുക്ക് ലയിക്കാം. ആമേൻ.